ഹായ് ഹലോ, ഈ വർഷവും ഞങ്ങൾക്ക് ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയേ. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുമായിട്ടാണ് ഞങ്ങൾ ഈ വർഷം പോയത്. ഞങ്ങളിപ്പോൾ ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2.5 മണിക്കൂറാണ് ഇവിടെ നിന്ന്. ഇതാണ് നമ്മളുടെ യൂട്യൂബർ പ്രിയങ്ക. അപ്പൊ നമ്മളിതാ അപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവരും കൂടി ഗോവയിലേക്ക് വന്നതാണ് കേട്ടോ. രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചതാ ഇവിടെ പോവാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളിതാ ഇപ്പോൾ ഗോവയിലെത്തി. രാത്രിയായി, ഏകദേശം 7 മണിയോളം ആയിട്ടോ എത്താൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇപ്പം ഗോവയിലെത്തിയേട്ടാ. എത്തിയതിന് ശേഷം നമ്മൾ റൂം എടുത്തിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ നോക്കിയതാണേ. എന്താ ഇതിന്റെ ബാക്കിലേക്ക് നമ്മളെ റൂം ഞങ്ങൾ ഗോവയിലാണ് ഇപ്പോ. എങ്ങനെയുണ്ട്? ഡ്രസ്സൊക്കെ മാറി റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചു. നമ്മുടെ പ്രിങ്കുട്ടിനെ കണ്ടോ, പ്രിങ്കൂസിനെ. ഇനി ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ബീച്ചാണ്? ബാഗ ബീച്ച് അല്ലേ? ബാഗ ബീച്ചല്ല, കല്ലാങ്കോട്ട. ബീച്ചിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഇനി അതിലെ കാഴ്ച നമുക്ക് കാണിച്ചു തരാം. അതെ, വായോ 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 വായോ. കല്ലാങ്കോട്ട ബീച്ചിന്റെ പേര് കല്ലാങ്കോട്ട്. ബീച്ച്. ബീച്ചിൽ പോയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. റീൽസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോകുന്നതാണ്. ഇത് പോകുന്ന വഴിക്ക് ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. ഒരുപാട് ഡ്രസ്സസും അതുപോലെ ചെരുപ്പ് അങ്ങനെയുള്ള ഷോപ്പിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗുഡ് മോർണിംഗ്, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് നന്നായി റെസ്റ്റ് എടുത്തതിന് ശേഷം ഇപ്പൊ ഇവിടെ പോവാണ്, ചപ്പോര ഫ്ലോട്ടിൽ പോവാ. ചപ്പോര ഫോട്ടിന്ന് നമ്മൾ ബീച്ചിലേക്ക് പോകും. അവിടുന്ന് ബീച്ചിലേക്ക് പോകും. അവിടുന്ന് ബീച്ചിലേക്കും പോകും. ഓക്കെ ഓക്കെ, അപ്പൊ ബീച്ചിൽ കാണാം. ബൈ ബൈ ബൈ. ഇനി നമ്മൾ പോകുന്നത് ചപ്പോര ഫോർട്ടിലേക്കാണ്. പോകുന്ന വഴിയിലെല്ലാം ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഇതിൽ നേരെ സ്ട്രൈറ്റ് വേറെ പോയി സ്ട്രൈറ്റ് ഗോ തെച്ചോ നടക്കി. ഈ ഫോട്ടിലൊന്നും കാണാനില്ല, ഒരു പാറയല്ലേ ഉള്ളൂ. ചപ്പോര ഫോട്ടിലൊന്നും കാണാനില്ല ഗൈസ്, ഫുൾ പാറ. നമ്മുടെ നാട്ടിലെ മാടായി പാറ പോലില്ലേ, ഇവിടെ ഒന്നും കാണാനില്ല. ചപ്പോറ ഫോർട്ടില് നമ്മുടെ നാട്ടിലെ മാടായിപ്പാറ പോലെയാണ് ഇവിടെ ഉള്ളത്. ഫുൾ പാറ. നോക്കൂ, നല്ല കടുത്ത വെയിലും. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളെ കേരളം പോലെ തന്നെയാണ് ഗോവ. നല്ല ചൂടുവാണ്, അതേ കാലാവസ്ഥയും ഹ്യൂമിഡിറ്റി എല്ലാം അതേപോലെ തന്നെയാണ്. ചപ്പോര ഫോർട്ട്. ചപ്പോര ഫോർട്ടിലാണ് ഗൈസ്. നോക്കൂ, കടല് കാണാമോ? കടല് ഇവിടെ ഒന്നുമില്ല. വെയിലത്ത് വരരുത്. ദേഹത്ത് കുളിച്ച് നമ്മുടെ സൺസ്ക്രീനും എല്ലാം പോകുന്നതാണ്. പറ്റിയിട്ട് വരിക. എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ബീച്ച് കാണാം. നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കിയേ, റീൽസിൽ കാണുന്ന പോലെയുള്ള റിയാലിറ്റി ഒന്നുമില്ല. നമ്മുടെ നാടായിപ്പാറ, വേറെ ഒന്നുമില്ല. ഇവിടെ ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഞാനില്ലേടി പറഞ്ഞോ. ഹായ്, ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. എവിടെയാണ് വന്നേക്കുന്നത്? പിന്റോസ്. നല്ല ഗോവൻ ഫിഷ് താലി കഴിക്കാൻ വന്നേക്കാണ്. അത് കാണിച്ചേരി. 150 rupees കഴിക്കാൻ വന്നേക്കാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. പുറകെ വരുന്നവരെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ടോ? നല്ല വൈബല്ലേ?
അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അഞ്ചിന ബീച്ചിൽ പോകാം അല്ലെ? ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ഉണ്ട്, ബീച്ച് ഉണ്ട്. അപ്പൊ റെഡി വായോ. സോൽക്കടി രണ്ട് വെറൈറ്റി ഉണ്ട്. ഇത് ഈ കോക്കനട്ട് മിൽക്ക് ഇല്ലാത്തതാണ്. മഹാരാഷ്ട്ര സൈഡിൽ ആ കോക്കനട്ട് ബെൽറ്റിലുള്ളത് അവർ തേങ്ങ പാലൊഴിച്ച് ഒരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളറുണ്ട്, ഒരു ഡൈജസ്റ്റീവ് രസം കുടിക്കുന്ന പോലെ. ചിലർ ഇത് ഡയറക്ട്ലി ചോറിനകത്ത് വിട്ട് കഴിക്കും. ഇല്ല, അതിന്റെ കളറാണ്, ആ പുളിയുടെ കളറാണ്. കുറച്ച് നേരം വെള്ളത്തിടുമ്പോൾ തീ നല്ല കളർ വരും. സോ ഇതിന്റെ കോൺസെൻട്രേറ്റഡ് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ വീട്ടിലുണ്ടാക്കാൻ ചെയ്യാം. പുള്ളിയുടെ പേരെന്താ പറഞ്ഞത്? കോക്കം. കോക്കം. താങ്ക് യു. എന്താ പറ? കോക്കം ആ കാണിച്ചത് ഒരു സൈസ് പുളിയാണേ. പുളി എന്ന് പറഞ്ഞാൽ കോക്കം എന്നാ പറയണേ ഗോവയിൽ. അത് വെള്ളത്തിലിട്ടിട്ട് പിന്നെ ആ വെള്ളത്തിലിടുമ്പോൾ ഈ കളർ ഉണ്ടാവും. ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. ഇത് വീട്ടിലും ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു എന്താ പറയണേ, ഒരു എസെൻസ് മേടിക്കാൻ കിട്ടും, അത് മേടിക്കാം. ഇത് നമ്മുടെ ഫുഡ്. കോക്കം, പുള്ളിയുടെ പേര് കോക്കമാണ്. ഇത് ഗോവൻ സ്പെഷ്യലാണ്. ഇത് ഗോവൻ താലി കണ്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് മാറി കണ്ടോ. പുതിയ ഡ്രസ്സാ, കൊള്ളാവോ? ബീച്ചിൽ പോകുന്ന ഡ്രസ്സാ. ഇതിന്റെ ഈ അക്കാടെ ഷോപ്പിൽ വന്നിട്ട് നോക്കുകയാണേ എന്തൊക്കെയുണ്ടെന്ന്. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനേ ഒത്തിരി റിലേറ്റീവ്സും കുട്ടികളും ഒക്കെ ഇല്ലേ. ഇതിന്റെ അക്ക 50 റുപ്പീസ്. ഇത് എടുത്ത് നോക്കി, നല്ല ഭംഗിയുണ്ട്. 250 എന്നാ പറയുന്നത്. നമുക്ക് മേടിക്കാം. ഇത് നോക്കി, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ടോ? ഞാൻ ഓരോന്ന് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇത് ഡ്രസ്സിന്റെ എല്ലാം ഷോപ്പ് ഉണ്ട്. ഇപ്പൊ അപ്പൊ നമ്മളിപ്പോ അഞ്ചിന ബീച്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അഞ്ജനല്ലേ? എടുത്തോ, തുടങ്ങിയാ? പറഞ്ഞോ. ഇപ്പോ അഞ്ജന ബീച്ചിൽ പോയിട്ട് വരികയാണ്. അപ്പോ നന്നായിട്ട് കുളിച്ച് പിള്ളേരൊക്കെ കളിച്ച് അടുത്താണ് എൻജോയ്. ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ബീച്ചാണ്, നല്ല രസമുണ്ട് പോകാനായിട്ട്. ഇനി അടുത്ത ബീച്ച് പോവുകയാണ് നമ്മള്. ഇറങ്ങി എല്ലാം ബീച്ചാണ്. ഗോവ എന്ന് പറഞ്ഞാലേ ബീച്ചല്ലേ സ്പെഷ്യൽ. 7 ബീച്ചുണ്ട്. 7 ബീച്ചുണ്ട്. എൻജോയ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് വരിക. ഇനി അടുത്ത ബീച്ചിലേക്ക് പോവാം. അടുത്ത ബീച്ചിൽ പേരെന്തായിരുന്നു? ബാഗ ബീച്ച്. ചപ്പാര അല്ല, ബാഗ ബീച്ച്. ഓക്കെ. ഇപ്പൊ നൈറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗോവയില് 7 ബീച്ച് ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ പോയത് അഞ്ജന ബീച്ച്. ഇപ്പൊ വന്നിരിക്കുന്നത് ബാഗ ബീച്ച്. രാത്രി 10:30 ലേറ്റ് നൈറ്റ് നൈറ്റ് വൈബ് ആസ്വദിക്കാൻ നമ്മള് ഇവരെല്ലാം കൂട്ടിപ്പറക്കി വന്നതാണ്. ഇതാണ് നല്ല മഴയായിരുന്നു. അപ്പൊ മഴയെല്ലാം പെയ്തതിനു ശേഷം നമ്മളിതാ ഇപ്പൊ ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ബാഗ ബീച്ചിന്റെ നൈറ്റ് ഡ്രൈവ് ആസ്വദിക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നതാണ്. വാക്കിന് പറ്റിയ സ്ഥലം. അതേപോലെ നല്ല കോസ്റ്റ്ലി ആണ്. അതാണ്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നിൽക്കരുത്, നന്നായി ഫോട്ടോ എടുക്കുക, എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ബീച്ച് കാണുക, പിന്നെ പുറത്തു പോയി ഫുഡ്. അതെ, പൈസ പറഞ്ഞേട്ടാ ഇവിടെ ഫുഡിനെല്ലാം കോസ്റ്റ്ലി ആണ്. എന്തായാലും 400 എബോ ആണ്. നൂഡിൽസ്. ഇരുട്ടായി പോയി. ഇപ്പൊ അവിടുത്തെ ലൈറ്റിലും പോയി ഇരുട്ടായി പോയി നമ്മൾ ഗൈസ്.
അങ്ങനെ ഒരു ദിവസം ഗോവയിൽ മൊത്തത്തിൽ അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതാ പോവാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയാണ് താമസിച്ചത്. ഈ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിച്ചത്. 2 ഡേയ്സാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ ഞങ്ങൾ കാഷ്യൂനട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഒറിജിനൽ കാഷ്യൂനട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. ഇതിന് പുറന്തോടുള്ളതും ഉണ്ട്, പുറന്തോട് പൊളിച്ചതും ഉണ്ട്. 2 ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങളിതാ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് ഞങ്ങൾ രാത്രിയായി എത്താൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.